നമ്മുടെ ദുബായ് ട്രിപ്പിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് പോകുന്നത് UAE തലസ്ഥാനമായ അബുദാബിയിലോട്ടാണ്. ദുബായ് പോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള സ്ഥലമാണ് അബുദാബിയും. അബുദാബിയിൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും സമയക്കുറവ് മൂലം സാധിച്ചില്ല. നമ്മളിപ്പോൾ പോകുന്നത് അബുദാബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയ ഫെറാരി വേൾഡ്, അതുപോലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കും കാണുന്നതിന് വേണ്ടിയാണ്. ഫെറാരി വേൾഡിന്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ദുബായിലെ ഏറ്റവും വലിയ പള്ളിയായ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ദുബായ് യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തലസ്ഥാന നഗരമായ അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. ദൈനംദിന ഇസ്ലാമിക പ്രാർത്ഥനകൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ ആരാധനാലയത്തിൻ്റെ ഒരു ചെറിയ പകർപ്പ് ഇന്തോനേഷ്യയിലെ ഒരു നഗരമായ സുരക്കാർത്തയിൽ ഉണ്ട്. അന്തരിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആണ് ഈ പള്ളി നിർമ്മിച്ചത്. 1994 2007 ഇടയിൽ നിർമ്മിച്ച ഗ്രാൻഡ് മോസ്ക് 2007 ഡിസംബറിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പള്ളി പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് അത്ര വലിപ്പം തോന്നുകയില്ല. പക്ഷേ 30 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതും കാർ പാർക്കിങ്ങും മറ്റുള്ള ഏരിയയും ഒഴിവാക്കിക്കൊണ്ടാണ് 30 ഏക്കർ സ്ഥലത്ത് പള്ളി മാത്രമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നതാണ്. ഈ പള്ളിയുടെ പ്രധാന അച്ചുതണ്ട് പടിഞ്ഞാറ് നിന്നും ഏകദേശം 12 ഡിഗ്രി തെക്ക് തിരിഞ്ഞ് സൗദി അറേബ്യയിലെ മക്കയിലെ കബ്ബയുടെ ദിശയിലേക്കാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ലോകത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും കലയുടെയും ചരിത്രപരവും ആധുനികവുമായ മൂല്യങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു ഘടന നിർമ്മിക്കാൻ അന്തരിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2004 പക്ഷേ അദ്ദേഹം അന്തരിക്കുകയും പള്ളിയുടെ മുറ്റത്ത് അടക്കം ചെയ്യുകയും ചെയ്തു. 2007 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത ഈ പള്ളിയുടെ ഏകദേശ നിർമ്മാണ ചെലവ് 2 ബില്യൺ ദിർഹംസാണ്. അതായത് ഏതാണ്ട് $545 മില്യൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ പടിഞ്ഞാറൻ മിനാരങ്ങളിലാണ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. മോസ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും സന്ദർശക പരിപാടികളുടെയും പഠനത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വടക്ക് കിഴക്കൻ മിനാരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ലൈബ്രറി, ശാസ്ത്രം, നാഗരികത, കാലിഗ്രാഫി, കലകൾ, നാണയങ്ങൾ എന്നിങ്ങനെ നിരവധി ഇസ്ലാമിക വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ക്ലാസിക് പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും മറ്റുമാണ് ഇവിടെയുള്ളത്. അവയിൽ ചിലത് അപൂർവ പ്രസിദ്ധീകരണങ്ങളുമാണ്. അറബി, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, സ്പാനിഷ്, കൊറിയൻ, ജർമ്മൻ എന്നിവയുൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള വസ്തുക്കൾ ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. അമേരിക്കൻ കമ്പനിയായ ട്രിപ്പ് അഡ്വൈസർ ലോകത്തിൽ തന്നെ സന്ദർശിച്ചിരിക്കേണ്ട രണ്ടാമത്തെ പ്രിയപ്പെട്ട സ്ഥലമായി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിനെ 2 വർഷത്തോളം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മോസ്കിലോട്ട് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള എൻട്രൻസ് ആണുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കാൻ വരുന്നവർക്കായിട്ടും രണ്ടാമത് സഞ്ചാരികൾക്ക് വേണ്ടിയുള്ളതുമാണ്. നമ്മൾ ഈ കാണുന്ന എൻട്രൻസ് ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത് നേരിട്ട് പള്ളിക്കകത്തേക്കാണ് ചെല്ലുന്നത്. സഞ്ചാരികൾക്കുള്ള എൻട്രൻസ് അല്പം മാറി ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകുന്നത്. കുറേ ദൂരം സഞ്ചരിച്ച് നമ്മൾ പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിച്ചേരുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസിൻ്റെ ഭാഗത്ത് നിരവധി ഫുഡ് കോർട്ടുകളും അതുപോലെ ഷോപ്പിങ്ങിനുമുള്ള സൗകര്യവുമുണ്ട്. ഈ മോസ്കിലോട്ടുള്ള പ്രവേശനം ഫ്രീ ആണ്. നമ്മളിൽ നിന്നും ഒരു തരത്തിലുള്ള ഫീസും ഈടാക്കുന്നതല്ല. കൂടാതെ ഈ മോസ്കിലോട്ട് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷമാണ് നമ്മുടെ എൻട്രൻസിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡ് വഴി സ്കാൻ ചെയ്ത് നമ്മൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ വിസിറ്റേഴ്സിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഹെൽപ്പ് ഡെസ്കും മറ്റ് സൗകര്യമുണ്ട്. നമ്മൾക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കി ഫോമും മറ്റും ഫില്ല് ചെയ്യാവുന്നതാണ്. UAE ഔദ്യോഗിക സന്ദർശന വേളയിൽ വിദേശ നേതാക്കൾ സന്ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗ്രാൻഡ് മോസ്ക്. നിരവധി ലോക നേതാക്കൾ ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ 2004 മരണശേഷം ഇവിടെ അടക്കം ചെയ്ത ഷെയ്ഖ് സയ്യിദിൻ്റെ മാർഗനിർദ്ദേശത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ പള്ളി നിർമ്മിച്ചത്. ഏതാണ്ട് 82 താഴീക്കുടങ്ങൾ, 1000-ലധികം തൂണുകൾ, 24 ക്യാരറ്റ് സ്വർണം പൂശിയ ചാൻഡിലിയറുകൾ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൈകൊണ്ട് കെട്ടിയ പരവതാനി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാന പ്രാർത്ഥനാ ഹാളിലാണ് ഏറ്റവും വലിയ ചാൻഡിലിയറുകളൊന്ന് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ വിസിറ്റേഴ്സ് എൻട്രൻസിൽ നിന്നും നമ്മൾ പള്ളിയിലേക്ക് അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകുന്നത്. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വഴി പോകുമ്പോൾ പാതയുടെ ഇരുവശങ്ങളിലുമായി നിരവധി ലോക നേതാക്കളുടെയും മെസ്സേജസും ഫോട്ടോസും നമ്മൾക്ക് കാണാൻ സാധിക്കും. സിറിയൻ വാസ്തുശില്പിയായ യൂസഫ് അബ്ദുൽ ഖെയുടെയും സിറിയയിൽ നിന്നുള്ള മറ്റ് 3 വാസ്തുവിദ്യാ ഡിസൈനർമാരായ ബാസേം ബർഗൌട്ടി, മൊട്ടാസ് അൽ ഹലദി
ഇമാദ് മാലസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ കുറച്ച് സമയത്തെ നടത്തത്തിനു ശേഷം നമ്മൾ നേരെ പള്ളിമുറ്റത്തേക്ക് വന്നു കയറുകയാണ്. എൻ്റെ ദുബായ് യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ പള്ളി. അത്രയ്ക്ക് മനോഹരമാണ് ഇത് കാണാൻ. പള്ളിയുടെ പ്രധാന വാസ്തുശില്പിയായ യൂസഫ് അബ്ദുൾക്കി നിരവധി സ്രോതസ്സുകളിൽ നിന്നാണ് ഈ പള്ളി പണിയുന്നതിനുള്ള പ്രചോദനം ഉൾക്കൊണ്ടത്. 1920കളിൽ മാരിയോ റോസി രൂപകൽപ്പന ചെയ്ത അലക്സാണ്ട്രിയയിലെ അബു അൽ അബ്ബാസ് അൽ മുസി പള്ളിയും പാകിസ്ഥാനിലെ ലാഹോറുള്ള ബദ്ഷാഹി പള്ളിയും പേർഷ്യൻ, മുഗൾ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ മറ്റുള്ള പരാമർശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. പള്ളിയുടെ താഴേക്കൂടത്തിൻ്റെ രൂപകൽപ്പനയും തറയുടെ പ്ലാനും ബാദ്ഷാഹി പള്ളിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ കമാനങ്ങൾ അടിസ്ഥാനപരമായി മൂറിഷ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ മിനാരങ്ങൾ ക്ലാസിക്കൽ അറബി ശൈലിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇറ്റാലിയൻ കരാറുകാരായ ഇംപ്രഗിലോയും റിസാനി ഡി എച്ചലും ചേർന്നുള്ള സംയുക്ത സംരംഭത്തിൽ ഏകദേശം 3000-ലധികം തൊഴിലാളികളും 38 സബ് കോൺട്രാക്ടിംഗ് കമ്പനികളും ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി പങ്കെടുത്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികളും വസ്തുക്കളും ഈ പള്ളി നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. സിറിയ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഡമാസ്കസ്, അലപ്പോ എന്നിവിടങ്ങളിൽ നിന്നും, ഇന്ത്യ, ഇറ്റലി, ജർമ്മനി, തുർക്കി, പാകിസ്ഥാൻ, മലേഷ്യ, ഇറാൻ, ചൈന, UK, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നും നിരവധി കരകൗശല വിദഗ്ധരും ഈ പള്ളി നിർമ്മാണത്തിൽ പങ്കാളികളായി. ഏതാണ്ട് 40,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ് ഈ പള്ളി. അതേസമയം പ്രധാന പ്രാർത്ഥനാ ഹാളിൽ 7,000-ലധികം പേരെ ഉൾക്കൊള്ളാൻ കഴിയും. 1500 പേർക്ക് വീതം ഇരിക്കാവുന്ന 2 ചെറിയ പ്രാർത്ഥനാ ഹാളുകളുണ്ട്. അതിലൊന്ന് സ്ത്രീകളുടെ പ്രാർത്ഥനാ മുറിയാണ്. മുറ്റത്തിൻ്റെ 4 കോണുകളിലുമായി 4 മിനാരങ്ങളുണ്ട്. അവയ്ക്ക് ഏകദേശം 107 മീറ്റർ ഉയരവുമുണ്ട്. പുഷ്പാലങ്കാരമുള്ള മുറ്റം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർബിൾ മൊസൈക്കിന് ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ഈ പള്ളിയുടെ പുറംഭാഗവും ഉൾഭാഗവും വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ പള്ളിക്ക് ശാന്തവും ഗംഭീരവുമായ ഒരു രൂപഭംഗി നൽകുന്നു. ലാപ്പിസ് ലാസുലി, കാർണലിയൻ, അമത്തിസ്റ്റ്, അബലോൺ, ഷെൽ തുടങ്ങിയ വിലയേറിയ കല്ലുകൾ മാർബിളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മക്രാനയിൽ നിന്നുള്ള മക്രാന മാർബിളും മറ്റും അനുബന്ധ കെട്ടിടങ്ങളിലും ഓഫീസുകളിലും ഈ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാനിലെ കാർപ്പറ്റ് കമ്പനി നിർമ്മിച്ചതും ഇറാനിയൻ കലാകാരനായ അലി ഗലീഗി രൂപകൽപ്പന ചെയ്തതുമായ ലോകത്തിലെ ഏറ്റവും വലിയ പരവതാനിയാണ് ഈ പള്ളിയിലെ ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1200-1300ഓളം പരവതാനി കെട്ടുകാർ ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. ഈ പരവതാനിയുടെ ഭാരം ഏതാണ്ട് 35 ടണ്ണാണ്. ഈ പരവതാനി നിർമ്മിക്കാൻ ഏകദേശം 2 വർഷമെടുത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ജർമ്മനിയിലെ മ്യൂണിക്കിലെ ഫൗസ്കിങ് കമ്പനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 7 ചാൻഡിലിയറുകളാണ് ഗ്രാൻഡ് മോസ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവയിൽ ദശലക്ഷക്കണക്കിന് സറോസ്കി പാരലലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അല്ലാഹുവിൻ്റെ 99 നാമങ്ങൾ പരമ്പരാഗത കുലീഫ് കാലിഗ്രഫിയിൽ ഗിബ്ലൈ ചുവരിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് UAE-യിലെ പ്രമുഖ കാലിഗ്രാഫറായ മുഹമ്മദ് മണ്ഡി അൽ തമീമി രൂപകൽപ്പന ചെയ്തതാണ്. മൊത്തത്തിൽ നാസിഗി, തുളുത്ത്, കുലീഫ് എന്നീ 3 കാലിഗ്രഫി ശൈലികൾ പള്ളിയിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. UAE-യിലെ മുഹമ്മദ് മണ്ഡി അൽ തമീമി, സിറിയയിലെ ഫറൂഖ് ഹദാദ്, ജോർജിയയിലെ മുഹമ്മദ് എല്ലാം ചേർന്നാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഷാർജയിലെ ഏറ്റവും വലിയ പള്ളിയും രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയുമായിരുന്ന ഷാർജയിലെ കിങ് ഫൈസൽ പള്ളിയാണ്. Okay. Come cakes.
Oh my god. ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് നമുക്ക് പൂർണ്ണമായും കണ്ടു തീർക്കാൻ ഏതാണ്ട് ഒരു ദിവസത്തോളം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഏതാണ്ട് 3-4 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മുടെ ഇനിയുള്ള യാത്ര ഫെറാറി വേൾഡിലോട്ടാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഫെറാറി വേൾഡിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.